ജേസൺ സ്കോക്ക് തലവൻ, മലയാളത്തിൻ്റെ ഫീൽ ഗുഡ് നന്മമരം, അല്ലു അർജുൻ്റെ മലയാള ശബ്ദം ജിസ് ജോയ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. സ്ഥിരം ഫീൽ ഗുഡ് ട്രാക്ക് മാറ്റി ഇത്തവണ ത്രില്ലർ ജോണറായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നതും പാട്ട് എഴുതിയിരിക്കുന്നതും ജിസ് ജോയ് തന്നെയാണ്. സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ആനന്ദ് തേവരക്കാട്ട്, അതുപോലെ തന്നെ ശരത്ത് പെരുമ്പാവൂർ. പ്രൊഡ്യൂസേഴ്സ് അരുൺ നാരായണൻ ആസ് യൂഷ്വൽ ഇതിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രൊഡ്യൂസർ സിജോ സെബാസ്റ്റ്യൻ. DOP ശരൺ വേലായുധൻ. ത്രില്ലർ സിനിമയാവുന്ന സമയത്ത് അതിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പാറ്റേൺ ഓഫ് ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവും, പിന്നെ ചില ഗിമ്മിക്സ് ഉണ്ടാവും. ഇതിലങ്ങനെ ധാരാളമായിട്ടില്ല. ജിസ് ജോയ് ആ തരത്തിലാണ് സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ത്രില്ലറാണെന്ന് വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ആ സ്റ്റോറി നമ്മളെ എൻഗേജിങ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള, അതായത് വലിയ ഗിമ്മിക്സ് ഒന്നുമില്ല. പിന്നെ ഇതിൽ ആകെ സ്ഥിരം ഉപയോഗിക്കുന്ന പരിപാടി ലാസ്റ്റ് ഒരു റൂമിൽ കയറുന്ന സമയത്ത് നല്ല ചുവന്ന വെളിച്ചം ഇട്ട് വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ത്രില്ലർ സിനിമകൾ നമ്മൾ കാണുന്നതാണ്. അത് ഇതിലും ഉപയോഗിച്ചിട്ടുണ്ട്, ചുവന്ന വെളിച്ചം. പിന്നെ എടുത്ത് പറയേണ്ടത് സൂരജിൻ്റെ എഡിറ്റിങ്ങും. സൂരജും ഇതിൽ പ്രത്യേകിച്ച് ഗിമിക്സ് ഒന്നും കാണിച്ചിട്ടില്ല. അതായത് എഡിറ്റിംഗ് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ പരിപാടിയില്ല. വളരെ, അതായത് ട്രാൻസിഷൻ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ സ്മൂത്തായിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദീപക് ദേവിൻ്റെ ഒറിജിനൽ സ്കോർ എടുത്തു പറയേണ്ടതാണ്. ദീപക് ദേവിൻ്റെ ഒരു ഓർക്കസ്ട്രേഷനും പരിപാടിയും അതിൻ്റെ കാര്യങ്ങൾ അറിയാലോ. ഒരുപാട് ഇലക്ട്രോണിക് പരിപാടി ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ അടുത്ത് കുറേ കാണുന്നതാണ്. ഇന്നലെ കണ്ട ടെർബോയിൽ പോലും കണ്ടുള്ളതാണ്. ഒരുപാട് ഇങ്ങനെ ബീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കും ചും 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 ചും. ആ പരിപാടിയില്ല. വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ കൺവിൻസിങ് ആയിട്ട് സിനിമയെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ദീപക് ദേവ് വൃത്തിക്ക് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി. അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ക്വാളിറ്റി അഷ്യൂർഡാണ്. PC വിഷ്ണുവാണ് സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. സിനിമയിലെ 2 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു മേനോനും ആസിഫ് അലിയാണ്. ജയശങ്കർ ആൻഡ് കാർത്തിക്. ബിജു മേനോൻ CA ആണ്, കാർത്തിക് ആസിഫിൻ്റെ ക്യാരക്ടർ SI ആണ്. ഇവർ രണ്ടുപേരും ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്നു. പിന്നെ അവർക്കിടയിലുണ്ടാകുന്ന ചെറിയ മെയിൽ ഈഗോ കോൺഫ്ലിക്റ്റ്. പിന്നെ ആസിഫ് വളരെ യങ് ആയിട്ടുള്ള കുറച്ച് ആങ്കർ ഇഷ്യൂസ് എന്നുള്ളതല്ല, വളരെ പ്രതികരിക്കുന്ന ഒരു യങ് പോലീസ് ഓഫീസറാണ്. അതോടൊപ്പം വളരെ വെറ്ററനായിട്ടുള്ള സീനിയർ പോലീസ് ഓഫീസറായിട്ടുള്ള ബിജു മേനോൻ. അവിടെ സിനിമ തുടങ്ങി ആദ്യത്തെ അരമണിക്കൂർ കുറച്ച് കൺഫ്യൂസിങ് ആണ്. സിനിമയ്ക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. കുറേ കാര്യങ്ങൾ കാണിക്കുന്നു. ദിലീഷ് പോത്തൻ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഥ പറയുന്നു. പഴയ പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്ന ടെസയാണ് ദിലീഷ് പോത്തനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ ആദ്യത്തെ അരമണിക്കൂർ എനിക്ക് പേഴ്സണലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കുറേ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ പറയുന്നു. കോട്ടയം നസീർ കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോട്ടയം നസീറിൻ്റെ ക്യാരക്ടർ, അദ്ദേഹം ഒരു സിവിൽ പോലീസ് ഓഫീസറാണ്. കിഡുവായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ വരുന്നു. പക്ഷേ പിന്നീട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു മേജർ ഇൻസിഡൻറ്റ് നടക്കുകയാണ്, ഒരു ക്രൈം നടക്കുകയാണ്. അവിടെ നിന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് പടം കയറി ഇൻ ദ സെൻസ് പിന്നീട് അങ്ങോട്ട് അവസാനം വരെ, ക്ലൈമാക്സ് വരെ, സിനിമ അവസാനിക്കുന്നവരെ അതേ പേസിൽ വളരെ എൻഗേജിങ് ആയിട്ടാണ് സിനിമ പോകുന്നത്. പെർഫോമൻസ് ബിജു മേനോൻ ആസ് യൂഷ്വൽ പെർഫെക്റ്റ്. ആ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് കാച്ചി കുറിക്കാൻ ബിജു മേനോൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ആസിഫ് അലി പോലീസ് വേഷങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, കുറച്ച് യങ് ആയിട്ടുള്ള, കുറച്ച് പ്രതികരിക്കുന്ന, വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ആസിഫ് പല സമയത്ത് അണ്ടർപ്ലൈ ചെയ്യുന്ന തരത്തിലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു സീനെ ശ്രദ്ധിച്ചത്, ബിജു മേനോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. അപ്പോൾ ബിജു മേനോനും ആസിഫും തമ്മിൽ ഓൾറെഡി കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് തൻ്റെ ഫ്രട്ടേണിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നൊരു സീനുണ്ട്. അത് ശരിക്കും ആസിഫിൻ്റെ മുഖത്ത്, ബോഡി ലാംഗ്വേജിൽ, ആസിഫിൻ്റെ ഡയലോഗിൽ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല സീൻസിലും, ഓരോ സീൻസ് എടുത്ത് പറയുന്നില്ല, പല സീൻസിലും ആസിഫ് അണ്ടർപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആസിഫിന് അത്യാവശ്യം ഫാൻസൊക്കെ ഉള്ള ഒരു നടനാണല്ലോ. ആസിഫിൻ്റെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട്, കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരക്ടറിനെ ഓവർ ദ ടോപ്പ് ആക്കിയിട്ടൊന്നും എവിടെയും ജിസ് ജോയ് അവതരിപ്പിച്ചിട്ടില്ല. ആസിഫ് ഒരു സാധാ പോലീസ് ഓഫീസറാണ്. അദ്ദേഹം എങ്ങനെയൊക്കെ ഒരു സീനിൽ, ഒരു സിറ്റുവേഷനിൽ പ്രതികരിക്കുമോ എന്നുള്ള തരത്തിലുള്ള മാത്രം ഒരു മീറ്ററാണ് ആസിഫിന് കൊടുത്തിരിക്കുന്നത്. ആസിഫ് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ത്രില്ലർ ആവുന്ന സമയത്ത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവുന്ന സമയത്ത് പ്രധാനമായിട്ടും വേണ്ടത് പ്രേക്ഷകരെ അതിലേക്ക് കടത്തി വിടുക, അതിലൂടെ കൊണ്ടുപോവുക, ആ ഒരു ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്യുക, കുറച്ച് ലേയേഴ്സ് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇതിനകത്തുണ്ട്. സസ്പെൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള തോട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾക്കും ചില ഊഹാപോഹങ്ങൾ ഉണ്ടാവില്ല, എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും, അതിനൊക്കെ ബ്രേക്ക് ചെയ്യുക. അൺകവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചല്ലാതാവുക. ആ രീതിയിലുള്ള ഒരു സ്ഥിരം ടിപ്പിക്കൽ ത്രില്ലർ ഫോർമാറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജാഫർ ഇടുക്കി ചെയ്ത കഥാപാത്രം സിംഗിൾ തല രാവണൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ചെറിയ കോമഡിയൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എപ്പോഴും ഏത് സിനിമയിലേക്ക് കഴിഞ്ഞാലും ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് ഫീൽ ചെയ്യും. ജാഫർ ഇടുക്കി ഒരു കാര്യം എക്സ്പ്ലെയിൻ പറയുമ്പോൾ അത് ഈ സിനിമയിൽ അങ്ങനെ തന്നെയാണ്. ജാഫർ ഇടുക്കിയുടെ കഥാപാത്രം വളരെ പെക്യുലർ ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. ആരും പേടിക്കേണ്ട, ഈ സിനിമയിൽ 2 പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് മിയ ജോർജ് ചെയ്ത കഥാപാത്രം ബിജു മേനോൻ്റെ വൈഫായിട്ട്,
കാലിനൊക്കെ വയ്യാത്ത സീനിലൊക്കെ മിയ നടക്കുന്നതൊക്കെ വളരെ ഒറിജിനലായിട്ട് തോന്നിപ്പിച്ചിട്ടുണ്ട്. അനുശ്രീ ചെയ്ത മറ്റൊരു കഥാപാത്രം അപ്പാവി കഥാപാത്രമാണ്, ദാരിദ്ര്യം പിടിച്ചൊരു കഥാപാത്രം. അത് അനുശ്രീ ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അനുശ്രീയുടെ ഭർത്താവായിട്ട് അഭിനയിച്ചിരിക്കുന്ന സുജിത് ശങ്കറാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലെ വില്ലൻ. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പുള്ളി എപ്പോഴും ഏത് സിനിമയിൽ എങ്ങനെ കാണിച്ചാലും എനിക്ക് പേടിയാവുന്ന ഒരാളാണ് ഇദ്ദേഹം, സുജിത് ശങ്കർ. ജോജി മുണ്ടക്കയം, ജോജി സിനിമയിൽ നീ എന്താ എന്നെ നോക്കിപ്പിടിപ്പിക്കുന്നതെന്ന് ഫഹദിനോട് ചോദിക്കുന്ന അദ്ദേഹം പോലീസുകാരനായിട്ടാണ്. ഉടനീളമുള്ള ക്യാരക്ടറാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് മഞ്ജോഷ് അതോ വേണ്ട, നമ്മുടെ രഞ്ജിത്ത് തന്നെ, ഡയറക്ടർ രഞ്ജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അനു മേനോൻ ലൈറ്റ്, ലാലേട്ടൻ ലൈറ്റാണ്, അനു മേനോൻ ലൈറ്റാണ്. ശങ്കർ രാമകൃഷ്ണൻ അദ്ദേഹം റൈറ്റർ കൂടിയാണ്. അദ്ദേഹം ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് ശേഖർ, സാബു മോഹൻ, ദിനേശ് പ്രഭാകർ, അൻസൽ പള്ളുരുത്തി, കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ നായാട്ടിൽ തുപ്പിയിട്ട് ചോദിക്കില്ലേ നിനക്ക് തൂറാനുള്ള സ്ഥലമുള്ളത്, ആ കക്ഷി, പുള്ളിയുടെ പേരുണ്ടോ മറന്നുപോയി. പിന്നെ ഈ സിനിമയിലൊരു കിടിലൻ പെർഫോമൻസ് എന്ന് പറയുന്നത് ബിലാസ് ചന്ദ്രഹാസൻ നായർ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിൻ്റെ പെർഫോമൻസാണ്. അത് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആസ് എ ഹോൾ കഥാപാത്രങ്ങൾക്ക് നല്ല ഡെപ്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ജോണറയോട് നീതി പുലർത്തിയുള്ള സിനിമ. ഒരു അന്യായ കിളിപാറി പോകുന്ന അങ്ങനത്തെ സിനിമയൊന്നുമില്ല, പക്ഷേ ജോണറയോട് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ പോലീസുകാരുടെ ലൈഫേ. എന്ത് ലൈഫാണ് ഇവർക്ക് എന്തോ ഒരു ശത്രുക്കൾ ഇവരുണ്ടാക്കി വെക്കുന്നുണ്ടാവും. ഒരു റിവ്യൂ ചെയ്യുന്ന എനക്കെന്തോ ഒരു ശത്രുക്കളുണ്ട് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഈ റിയൽ ലൈഫിൽ ഇങ്ങനെ ഇടപെടുന്ന ഇവർക്ക് എന്തോ ഒരു ശത്രുക്കൾ കാണും. ഇവരെങ്ങനെയാണ് ഇവരുടെ ലൈഫിൻ്റെ ഒരു ആയുസ് മുഴുവൻ ഇവർ ഈ ജോലി ചെയ്തിട്ട് ഇവരെങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇവരുടെ സമാധാനം എപ്പോഴാണ്, ഇവരെങ്ങനെയാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്. സച്ച് എ പ്രൊഫഷൻ.